വെൽക്കം ടു ബയോലെക്ചേഴ്സ് മലയാളം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. പ്രധാനമായും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഉൾക്കൊള്ളുന്ന ഓർഗൻസ് 2 ഓവറീസ് കാണപ്പെടുന്നുണ്ട്. ഇവയെ നമുക്ക് ഫീമെയിൽ ഗൊണാഡ്സ് എന്ന് വിളിക്കാം. ബിക്കോസ് ദേ ക്യാൻ പ്രൊഡ്യൂസ് ഫീമെയിൽ ഗമീറ്റ്സ്. ഈ ഓവറീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗമീറ്റ്സ് ആണ് ഓവം. ഓവം പിന്നീട് സ്പേമുമായി യുണൈറ്റ് ചെയ്യുകയും ഫെർട്ടിലൈസേഷൻ സംഭവിച്ചുകൊണ്ട് സൈഗോട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി ഈ ഓവറീസിൽ നിന്നും പുറപ്പെടുന്ന 2 ഓവിഡക്റ്റ് അല്ലെങ്കിൽ യൂട്രൈൻ ട്യൂബ്സ് കാണപ്പെടുന്നുണ്ട്. അതർവൈസ് നോൺ ആസ് ഫാലോപ്പിയൻ ട്യൂബ്സ്. നെക്സ്റ്റ്, അവ ഒരു കോമൺ ഓർഗനിൽ വന്ന് ജോയിൻ ചെയ്യുന്നു. അവയെ നമുക്ക് യൂട്രസ് എന്ന് വിളിക്കാം. നെക്സ്റ്റ്, വജൈന ആൻഡ് അതർ എക്സ്റ്റേണൽ ഓർഗൻസ്. അവയെ നമുക്ക് കളക്റ്റീവ്ലി വൾവ അല്ലെങ്കിൽ പ്യുഡൻറ്റം എന്ന് വിളിക്കാം. സോ ഇത്രയുമാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഉൾക്കൊള്ളുന്ന ഓർഗൻസ്. 2 ഓവറീസ്, അവയിൽ നിന്നും പുറപ്പെടുന്ന ട്യൂബ്സ്, ദാറ്റ് ഇസ് യൂട്രൈൻ ട്യൂബ്സ് ഓർ ഓവിഡക്റ്റ്. നെക്സ്റ്റ്, യൂട്രസ് ആൻഡ് വജൈന ആൻഡ് അതർ എക്സ്റ്റേണൽ ഓർഗൻസ്. ഇതിൽ ഓവറീസിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതർ ഓർഗൻസിനെ വരുന്ന നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദിസ് ഇസ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഇതിൽ ഓവറി, അതുപോലെ യൂട്രൈൻ ട്യൂബ്, യൂട്രസ്, സെർവിക്സ് എല്ലാം മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ ദിസ് ഇസ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഇനി ഓവറീസിനെ കുറിച്ച് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓവറീസ് ആണ് ഫീമെയിൽ ഗോണാഡ്സ് ബിക്കോസ് ദേ ക്യാൻ പ്രൊഡ്യൂസ് ഫീമെയിൽ ഗമീറ്റ്സ്. ആൻഡ് ഓവറീസിൻ്റെ സൈസും ഷേപ്പും നമുക്കൊരു അൺഷെൽഡ് ആയിട്ടുള്ള ആൽമണ്ടിനോട് കമ്പയർ ചെയ്യാവുന്നതാണ്. അൺഷെൽഡ് ആയിട്ടുള്ള ആൽമണ്ടിൻ്റെ സൈസും ഷേപ്പുമാണ് ഓവറീസിന്. ദിസ് ഈസ് ഓവറി. ഓക്കെ, ഇനി എന്താണ് ഓവറീസിൻ്റെ ഫങ്ഷൻ എന്ന് നോക്കാം. പ്രധാനമായും 2 ഫങ്ഷനാണ് ഓവറിക്കുള്ളത്. ഫസ്റ്റ്, ഗമീറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സെക്കൻഡ്, ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഫീമെയിൽ ഗമീറ്റ്സ് ആയിട്ടുള്ള സെക്കൻഡറി oocyteനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നതാണ് മേജർ ഫങ്ഷൻ. ഈ സെക്കൻഡറി oocyte പിന്നീട് മെച്ചുറേഷൻ സംഭവിക്കുകയും എഗ്ഗായി ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. എഗ്ഗ് പിന്നീട് സ്പേമുമായി യുണൈറ്റ് ചെയ്യുകയും ഫെർട്ടിലൈസേഷൻ സംഭവിച്ചുകൊണ്ട് സൈഗോട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ഫങ്ഷൻ, ചില ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. എക്സാമ്പിൾ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ഇൻഹിബിൻ, റിലാക്സിൻ തുടങ്ങിയവ. ഇത്രയുമാണ് ഓവറിയുടെ ഫങ്ഷൻ. ദാറ്റ് ഇസ് പ്രൊഡക്ഷൻ ഓഫ് ഗമീറ്റ്സ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺസ്. നെക്സ്റ്റ്, ഹിസ്റ്റോളജി ഓഫ് ഓവറി. ഓവറിയിൽ കാണപ്പെടുന്ന പല പാർട്സിനെ കുറിച്ച് നോക്കാം. ഫസ്റ്റ്, ഓവറിയുടെ സർഫസിൽ കാണപ്പെടുന്ന കവറിങ്ങിനെയാണ് ജേർമിനൽ എപ്പിത്തീലിയം എന്ന് വിളിക്കുന്നത്. അതായത് ഒരു സിമ്പിൾ എപ്പിത്തീലിയം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കവറുണ്ട്. ഓവറിയുടെ സർഫസിൽ കാണപ്പെടുന്ന ഒരു കവർ, അതിനെയാണ് ജേർമിനൽ എപ്പിത്തീലിയം എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്, ഈ ജേർമിനൽ എപ്പിത്തീലിയത്തിൻ്റെ ഉള്ളിലോട്ട് കടന്നാൽ എഗെയിൻ നമുക്കൊരു വൈറ്റിഷ് കാപ്സ്യൂൾ കാണാനായിട്ട് പറ്റും. അതിനെയാണ് ട്യൂണിക്ക ആൽബുജീനിയ എന്ന് വിളിക്കുന്നത്. ഈ ട്യൂണിക്ക ആൽബുജീനിയ എന്ന ടേം നാം ഓൾറെഡി മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലും പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ്, ട്യൂണിക്ക ആൽബുജീനിയയുടെ ഉള്ളിലോട്ട് കടന്നു കഴിഞ്ഞാൽ എഗെയിൻ കാണപ്പെടുന്ന റീജിയനെയാണ് ഒവേറിയൻ കോർട്ടെക്സ് എന്ന് വിളിക്കുന്നത്. ഒവേറിയൻ കോർട്ടെക്സ്, നമ്മൾ കിഡ്നിയുടെ കേസിൽ പറഞ്ഞ പോലെ തന്നെ റീനൽ കോർട്ടെക്സ് പോലെ ഇവിടെ ഒവേറിയൻ കോർട്ടെക്സ്. ഈ ഒരു ഒവേറിയൻ കോർട്ടെക്സിലാണ് ഒവേറിയൻ ഫോളിക്കിൾസ് കാണപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ്, എഗെയിൻ ഒവേറിയൻ കോർട്ടെക്സിൻ്റെ ഉള്ളിലോട്ട് കടന്നു കഴിഞ്ഞാൽ കാണപ്പെടുന്ന റീജിയനെയാണ് ഒവേറിയൻ മെഡുല്ല എന്ന് വിളിക്കുന്നത്. ഒവേറിയൻ മെഡുല്ല. ഈ ഒവേറിയൻ മെഡുല്ലയിലാണ് ബ്ലഡ് വെസൽസ്, ലിംഫാറ്റിക് വെസൽസ്, നെർവ്സ് തുടങ്ങിയവ കാണപ്പെടുന്നത്.
സോ ദാറ്റ് ഇസ് ഒവേറിയൻ കോർട്ടെക്സ് ആൻഡ് ഒവേറിയൻ മെഡുല്ല. ഒവേറിയൻ കോർട്ടെക്സും ഒവേറിയൻ മെഡുല്ലയും തമ്മിൽ കറക്റ്റായിട്ട് നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടൊരു ബോർഡർ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ പുറത്തുള്ള റീജിയനെ ഒവേറിയൻ കോർട്ടെക്സ് എന്നും ഉള്ളിലോട്ട് കടക്കുമ്പോൾ നമുക്ക് ഒവേറിയൻ മെഡുല്ലയും എന്നും വിളിക്കുന്നു. നെക്സ്റ്റ്, ഒവേറിയൻ ഫോളിക്കിൾസ്. ഒവേറിയൻ ഫോളിക്കിൾസ് പ്രധാനമായും ഒവേറിയൻ കോർട്ടെക്സിലാണ് കാണപ്പെടുന്നത് എന്ന് ഓൾറെഡി പറഞ്ഞു. ഒവേറിയൻ ഫോളിക്കിൾസിൽ കാണപ്പെടുന്നത് 2 ടൈപ്പ് സെൽസ് ആണ്. അതായത് പ്രധാനമായും ഊസൈറ്റ് കാണപ്പെടുന്നു. ഈ ഊസൈറ്റിനെ ചുറ്റും കാണപ്പെടുന്ന സെൽസിനെ സറൗണ്ടിങ് സെൽസ് എന്ന് പറയാം. സോ ഊസൈറ്റും അതിനെ ചുറ്റി കാണപ്പെടുന്ന സറൗണ്ടിങ് സെൽസും ചേർന്ന് ഒരുമിച്ച് നമുക്കതിനെ ഒവേറിയൻ ഫോളിക്കിൾസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഈ ഊസൈറ്റിനെ ചുറ്റി കാണപ്പെടുന്ന ആ ഒരു സറൗണ്ടിങ് സെൽസ് ആദ്യം ഒരു സിംഗിൾ ലെയർ ഓഫ് സറൗണ്ടിങ് സെൽസ് ആണ് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മളതിനെ ഫോളിക്കുലാർ സെൽസ് എന്ന് വിളിക്കുന്നു. ഇനി ഈ സറൗണ്ടിങ് സെൽസ് പിന്നീട് ഡെവലപ്പ് ചെയ്യുകയും അവ ഒരുപാട് ലെയേഴ്സ് ഫോം ചെയ്യുകയും ചെയ്യുന്നു. ആദ്യം ഒരു സിംഗിൾ ലെയർ ഓഫ് സറൗണ്ടിങ് സെൽസ് ആണ് ഉണ്ടാകുന്നത്. പിന്നീട് അവ ഡെവലപ്പ് ചെയ്യുകയും ഒരുപാട് ലെയേഴ്സ് ഓഫ് സറൗണ്ടിങ് സെൽസ് ഫോം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മതിനെ ഗ്രാനുലോസ സെൽസ് എന്ന് വിളിക്കുന്നു. സിംഗിൾ ലെയർ ആകുമ്പോൾ ഫോളിക്കുലാർ സെല്ലെന്നും ദെൻ സെവറൽ ലെയേഴ്സ് ആവുന്ന സമയത്ത് ഗ്രാനുലോസ സെൽസ് എന്നുമാണ് വിളിക്കുന്നത്. ഓക്കെ, സോ ഒവേറിയൻ ഫോളിക്കിളിൻ്റെ ഡെവലപ്മെൻറ്റ് ഇവിടെ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പ്രിമോഡിയൽ ഫോളിക്കിൾ, പിന്നീട് അവ ഡെവലപ്പ് ചെയ്യുകയും പ്രൈമറി ഫോളിക്കിൾ, അതുപോലെ സെക്കൻഡറി ഫോളിക്കിൾ എന്നൊക്കെ പറയുന്നു. ദെൻ മെച്യൂർ ആയിട്ടുള്ള ഫോളിക്കിളിനെ നമുക്ക് മെച്യൂർ ഫോളിക്കിൾ അതല്ലെങ്കിൽ ഗ്രാഫിയാൻ ഫോളിക്കിൾ എന്ന് പറയാം. ദിസ് ഇസ് മെച്യൂർ ഫോളിക്കിൾ അല്ലെങ്കിൽ ഗ്രാഫിയാൻ ഫോളിക്കിൾ. ഈ ഗ്രാഫിയാൻ ഫോളിക്കിളിൽ ഊസൈറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു ഫ്ലൂയിഡും കാണപ്പെടുന്നുണ്ട്. ദാറ്റ് ഇസ് ഫോളിക്കുലാർ ഫ്ലൂയിഡ്. പിന്നീട് ഇവ മെച്യൂർ ചെയ്യുകയും ആ ഒരു അവസ്ഥയിൽ നിന്നും അവ റപ്ചർ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഇസ് റപ്ചറിങ്. ഇങ്ങനെ റപ്ചർ ചെയ്യുകയും അതിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഊസൈറ്റിനെ അവ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് ഓവുലേഷൻ എന്ന് പറയുന്നു. ഡിസ്ചാർജ് ഓഫ് സെക്കൻഡറി oocyte, otherwise known as ovulation. ഓക്കെ, നെക്സ്റ്റ്, ഈ ഓവുലേഷൻ നടന്നതിന് ശേഷം പിന്നീട് കാണപ്പെടുന്ന റിമൈനിങ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ നമുക്ക് കോർപ്പസ് ലൂട്ടിയം എന്ന് പറയാം. ദിസ് ഇസ് കോർപ്പസ് ലൂട്ടിയം. ഇവയ്ക്ക് പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ, റിലാക്സിൻ, ഇൻഹിബിൻ തുടങ്ങിയ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. സോ ദിസ് ഇസ് കോർപ്പസ് ലൂട്ടിയം. എഗെയിൻ കോർപ്പസ് ലൂട്ടിയം പിന്നീട് ഡീജനറേറ്റ് ചെയ്യുന്നു. ദെൻ കോർപ്പസ് ലൂട്ടിയം ഡീജനറേഷൻ. ആൻഡ് ലാസ്റ്റ് ഡീജനറേഷൻ സംഭവിച്ചതിന് ശേഷം അവ ഒരു ഫൈബ്രസ് സ്കാർ ടിഷ്യൂ ആയി മാറുന്നു. ഈ ഫൈബ്രസ് സ്കാർ ടിഷ്യൂവിനെ കോർപ്പസ് ആൽബിക്കൻസ് എന്ന് വിളിക്കുന്നു. സോ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്ത് കിട്ടുന്ന സബ്സ്റ്റൻസിനെയാണ് കോർപ്പസ് ആൽബിക്കൻസ് എന്ന് വിളിക്കുന്നത്. ഇത്രയുമാണ് ഓവറിയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട സെൽസ്. ഈ ഒരു ഫോളിക്കുലാർ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. So this is histology of ovary. First covering germinal epithelium, then അതിനുള്ളിൽ കാണപ്പെടുന്ന നെക്സ്റ്റ് ഒരു വൈറ്റിഷ് ക്യാപ്സ്യൂൾ, ദാറ്റ് ഇസ് ട്യൂണിക്ക ആൽബുചീനിയ. ഓക്കെ, ദെൻ ഒവേറിയൻ കോർട്ടെക്സ്. ട്യൂണിക്ക ആൽബുചീനിയയുടെ ഉള്ളിലായിട്ടാണ് ഒവേറിയൻ കോർട്ടെക്സ് കാണപ്പെടുന്നത്. It contain ovarian follicles. Next, ovarian
medulla. It contain blood vessels and lymphatic vessels, nerves, etc. Then ovarian follicles. It contain oocytes and surrounding cells. Follicular cells, granulosa cells and Graafian follicle. Then corpus luteum and corpus albicans. ഇത്രയുമാണ് ഹിസ്റ്റോളജി ഓഫ് ഓവറി. നെക്സ്റ്റ് ഒവേറിയൻ ട്യൂബ്സിനെ കുറിച്ചും അതുപോലെ യൂട്രസ്, ഊജെൻസിസ് തുടങ്ങിയ ടോപ്പിക്സൊക്കെ വരുന്ന നെക്സ്റ്റ് വീഡിയോസിലായിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് ടുഡേയ്സ് വീഡിയോ. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. കീപ് വാച്ചിങ്. താങ്ക് യു.